നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാനിലേക്ക് പാക് വ്യോമാക്രമണം ഉണ്ടായതോടെ പശ്ചിമേഷ്യയിലെ പോരാട്ട മേഖല വിസ്തൃതമായിരിക്കുകയാണ്. 3 മാസം മുൻപ് ഇസ്രായേലിനെ ഹമാസ് ആക്രമിച്ചതോട് തുടങ്ങിയതാണ് മേഖലയിലെ പോരാട്ടം. പ്രാദേശിക കളിക്കാരായ ഇസ്രായേൽ, ഹമാസ് നിയന്ത്രിത പലസ്തീൻ, ഇറാൻ, സിറിയ, ഇറാഖ്, ജോർദാനിലെയും ലെബനിലെയും ഹിസ്ബുള്ളകൾ, യമനിലെ ഹൂതികൾ എന്നിവരും വിദേശ ശക്തികളായ US-ഉം ബ്രിട്ടനുമാണ് കളത്തിലുണ്ടായിരുന്നത്. തൽപര കക്ഷികളും കാഴ്ചക്കാരും ഇടയിൽപ്പെട്ട് ഉഴലുന്നവരുമായി ഈജിപ്ത്, സൗദി അറേബ്യ, ബഹ്റിൻ, ഖത്തർ, UAE, ഒമാൻ, കുവൈത്ത് എന്നിവർ ആഭ്യന്തര യുദ്ധത്തിൽ വശം കെട്ട് സമീപവാസികളായ സുഡാനും മറ്റു വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളും മധ്യപൂർവ്വദേശം വീണ്ടും കടുത്ത അരക്ഷിതാവസ്ഥയിലേക്ക് വീഴുകയാണ്. ഇറാനും പാകിസ്ഥാനും പരസ്പരം ആക്രമിച്ചതോടെ പശ്ചിമേഷ്യയിലെ പോരാട്ടങ്ങൾക്ക് 2 പുതിയ മാനങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, പോരാട്ടം പ്രദേശത്തെ 2 ദേശീയ സൈന്യങ്ങൾ തമ്മിലെന്ന നിലയ്ക്കെത്തി. 2, പശ്ചിമേഷ്യയിലെ പോരാട്ടം ദക്ഷിണേഷ്യയിലേക്കും വ്യാപിച്ചിരിക്കുന്നു. 70കളുടെ അവസാനം വരെ പശ്ചിമേഷ്യൻ യുദ്ധങ്ങൾ മിക്കവയും ദേശീയ സൈന്യങ്ങൾ തമ്മിലായിരുന്നു. ഇസ്രായേൽ ഒരു വശത്തും അറബ് രാജ്യങ്ങളുടെ സൈന്യങ്ങൾ മറുവശത്തും. മിക്കവയും വ്യക്തമായ വിജയത്തിൽ അവസാനിക്കുകയോ വൻ ശക്തികളുടെ മധ്യസ്ഥതയിൽ ഒത്തുതീർപ്പിലെത്തുകയോ ചെയ്തു. അവയുടെ ബാക്കി പത്രമെന്നവണ്ണം ദേശീയ സൈന്യങ്ങൾ തമ്മിൽ നടന്ന 80കളിലെ ഇറാൻ ഇറാഖ് യുദ്ധം, 1990-91 കുവൈറ്റ് മോചന യുദ്ധം, 2003 US-ൻ്റെ നേതൃത്വത്തിൽ നടന്ന ഇറാഖ് യുദ്ധം എന്നിവ വിസ്മരിക്കുന്നില്ല. ഈ യുദ്ധങ്ങളിൽ ഇറാൻ ഇറാഖ് യുദ്ധം ഒഴിച്ചുള്ളവ വിദേശ ശക്തികൾ നേരിട്ട് സൈന്യവുമായി എത്തി നടത്തിയവയാണ്. 2 പതിറ്റാണ്ടായി ചിത്രം മാറി വരികയായിരുന്നു. ഹിസ്ബുല്ല, ഹൂതികൾ, ഹമാസ്, ഖുർദ് എന്നിവയുടെ സായുധ സംഘങ്ങളും ഭീകര സംഘടനയായ ഐസും പരസ്പരമോ അല്ലെങ്കിൽ ഏതെങ്കിലും ദേശീയ സൈന്യവുമായോ വിദേശ സൈന്യവുമായോ പോരാടുകയായിരുന്നു. ഈ പ്രദേശത്തെ ദേശീയ സൈന്യങ്ങൾ തമ്മിലുള്ള പോരാട്ടം വിരളമായേ നടന്നിട്ടുള്ളൂ. ഇപ്പോൾ ഇറാൻ സൈന്യം പാകിസ്ഥാനിലേക്കും തിരിച്ചും ആക്രമണം നടത്തിയത് വീണ്ടും ദേശീയ സൈന്യങ്ങൾ തമ്മിൽ നേരിട്ടുള്ള യുദ്ധത്തിന് വഴിതെളിക്കുമോ എന്ന് ആശങ്കയുണ്ടാക്കിയിരിക്കുന്നു. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അംഗീകൃത അണ്വായുധ രാജ്യം പാകിസ്ഥാൻ തങ്ങളുടെ സൈനിക ശക്തി പ്രയോഗിച്ചിരിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഇത്തവണയുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ ഒരു പരിധിവരെ പശ്ചിമേഷ്യയിലും കശ്മീർ വിഘടനവാദികളിലൂടെ ഇന്ത്യയിലും പിന്നണിയിൽ നിന്ന് കളിച്ചിരുന്ന പാക് സൈന്യം ഇപ്പോൾ പശ്ചിമേഷ്യയിൽ സംഘടനകളിൽ നേരിട്ടൊരു കളിക്കാരനായിരിക്കുന്നു. പഴയ ഒളിപ്പോർ സംഘങ്ങൾ പലതും ദേശീയ സൈന്യങ്ങളായി മാറിയതിൻ്റെ ബാക്കി പത്രമാണിപ്പോൾ കാണുന്നതെന്നും പറയാം. ഇതിന് തുടക്കമിട്ടതും പാകിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശം നടത്തിയ സോവിയറ്റ് സൈന്യത്തെ തുരത്താൻ US സഹായത്തോടെ ആദ്യം മാടമ്പി യുദ്ധപ്രഭുക്കളെയും പിന്നീട് ഭീകര സംഘങ്ങളെയും ഒടുവിൽ താലിബാനെയും വളർത്തിയത് പാകിസ്ഥാനാണ്. 90കളുടെ പകുതിയിൽ കാബൂൾ പിടിച്ചെടുത്തതോടെ ആധുനിക കാലത്ത് ദേശീയ ഭരണം പിടിച്ചെടുക്കുന്ന ആദ്യ സായുധ സംഘമായി താലിബാൻ. 2001 പുറത്താക്കപ്പെട്ടെങ്കിലും US-ൻ്റെ അഫ്ഗാൻ പിന്മാറ്റത്തോടെ 1.5 ദശകത്തിന് ശേഷം കാബൂളിൽ താലിബാൻ തിരിച്ചെത്തി. ഇതിനിടയിലാണ് പലസ്തീൻ പ്രദേശമായ ഗാസയിൽ ഹമാസ് അധികാരത്തിലെത്തിയതും ഇസ്രായേലിനെതിരെ നേരിട്ടുള്ള ആക്രമണത്തിന് മുതിർന്നതും. യമനിലെ 70% പ്രദേശവും ഹൂതികളുടെ അധീനതയിലാണ്. തലസ്ഥാനമായ ബെയ്റൂട്ട് ഉൾപ്പെടെ ലെബനൻ്റെ 1/3 പ്രദേശം ഹിസ്ബുല്ലയുടെ നിയന്ത്രണത്തിലും. അഫ്ഗാനിസ്ഥാൻ കൂടാതെ പലസ്തീൻ, യമൻ, ലെബനൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളുടെ ഭൂരിഭാഗമോ നല്ലൊരു ഭാഗമോ പഴയ സായുധ സംഘങ്ങളുടെ അധീനതയിലായിരിക്കുന്നു. പരമ്പരാഗത ദേശീയ സൈന്യങ്ങൾ ഒന്നിലധികം പോരാട്ട മുഖങ്ങൾ തുറക്കാൻ വൈമുഖ്യം കാട്ടിയിരുന്നവരാണ്. എന്നാൽ പശ്ചിമേഷ്യയിലെ സായുധ സംഘങ്ങൾക്കും അവർക്ക് പിന്തുണ നൽകുന്ന രാജ്യങ്ങൾക്ക് ഒന്നിലധികം ശത്രുക്കളുമായി വിവിധ മുന്നണികളിൽ പോരാടാൻ മടിയില്ല. ഹൂതികളുടെ കാര്യം നോക്കുക.
ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇസ്രയേലിലേക്ക് ചെറിയ തോതിലും ചെങ്കടലിൽ US സഖ്യത്തിനെതിരെ വലിയ തോതിലും ആക്രമണം നടത്തുകയാണവർ. ഒരേ സമയം ഇസ്രയേലിലും സിറിയയിലും ആക്രമണം നടത്താൻ മടിയില്ലെന്ന് ഹിസ്ബുല്ല പലതവണ തെളിയിച്ചു. ഇതിനെയെല്ലാം കടത്തിവെട്ടിയാണ് ഇറാൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷ്, US, ഇസ്രയേൽ അച്ചുതണ്ടിനെതിരെ ഒരു വശത്തും IS സംഘങ്ങൾക്കെതിരെ ഇറാഖിലെ കുർദു പ്രദേശത്തും സിറിയയിലും പാകിസ്ഥാൻ അതിർത്തിയിലും പോർമുഖം തുറന്നിരിക്കുന്നു. ഇസ്രയേൽ ചാരസംഘടന മൊസാദിന് ഇറാഖിലെ കുർദു പ്രദേശത്തും സിറിയയിലും താവളങ്ങളുണ്ടെന്നും അവിടെ നിന്ന് ലഭിച്ച വിവരങ്ങൾ IS സംഘത്തിന് കൈമാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇറാനിൽ ജനറൽ സുലൈമാനിയുടെ ഖബറിടത്തിൽ ബോംബാക്രമണം നടത്തി 90 പേരെ വധിച്ചെന്നുമാണ് ഇറാന്റെ ആരോപണം. ബലൂജ് ഗോത്ര സമൂഹം വസിക്കുന്ന ബലൂജ് മേഖല 3 രാജ്യങ്ങളിലായി പടർന്നു കിടക്കുന്നു. വടക്കൻ മേഖല അഫ്ഗാനിസ്ഥാനിലും പടിഞ്ഞാറൻ മേഖലയായ നിസ്താൻ, ബലൂചിസ്ഥാൻ ഇറാനിലും ശേഷിക്കുന്നത് പാകിസ്ഥാനിലും സ്ഥിതി ചെയ്യുന്നു. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയായ ബലൂചിസ്ഥാൻ പ്രകൃതിവാതക ധാതു നിക്ഷേപം കൊണ്ട് സമ്പന്നമെങ്കിലും അവികസിതമാണ്. സ്വതന്ത്ര ബലൂചിസ്ഥാൻ എന്ന ആവശ്യമുയർത്തി 70കളിൽ നടന്ന പ്രക്ഷോഭത്തെ പാക് സൈന്യമാണ് അടിച്ചമർത്തിയത്. ബലൂച്ച് വിഘടനവാദ സംഘടനകൾ മേഖലയിലെ ചൈനീസ് പദ്ധതികൾക്കെതിരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ബലൂച്ച് ഗോത്രം സുന്നികളായതിനാൽ ഷിയ രാജ്യമായ ഇറാനിലും വിവേചനം നേരിടുന്നു. സിസ്താൻ ബലൂചിസ്ഥാൻ ഇറാനിലെ ഏറ്റവും അവികസിതമായ മേഖലയാണ്. അവിടെയും വിഘടനവാദം ശക്തമാണ്.